അവളെ ഫോണിലും കിട്ടുന്നില്ല. ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുവാ എന്റെ ഈശ്വരാ? നേരം എത്രയായി? ഞാൻ അപ്പോഴേ നിങ്ങളോട് പറഞ്ഞല്ലേ മനുഷ്യ. അവള് പുത്തമ്പുരക്കൽ കാണുമെന്നല്ലേ സുധ ഞാൻ വിചാരിച്ചത്. അവരൊക്കെ ഇപ്പൊ ഉറക്കം പിടിച്ചു കാണും. ഈ അർദ്ധരാത്രിയിൽ ഇവളിത് എവിടെ പോയതാ ദൈവമേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? എവിടെ പോയോന്ന് അന്വേഷിക്ക. പോയി അന്വേഷിക്കാനാണെ തന്നെ ഇവിടെ ആരിയ്ക്കുന്നു? അമ്മേ, ഞാൻ പുത്തമ്പുരക്കൽ വരെ ഒന്ന് പോയി നോക്കിട്ട് വരട്ടെ. മിണ്ടാതെ അവിടെ പോയി ഇരുന്നോണം. പാതിരാത്രി അവൻ പുത്തമ്പരയ്ക്ക പോവാൻ പോന്നു. ഇനി നിന്നെ അന്വേഷിച്ച് വരാൻ ഇവിടെ ആരിയ്ക്കുന്നു? സുധേ, നീ ശ്രീനാഥനൊന്ന് വിളിച്ചേ. അച്ഛാ, ശ്രീയേട്ടൻ ടൗണിൽ പോയിരിക്ക. അവൻ വന്നു കാണും. ദാ നിങ്ങളൊന്ന് വിളിച്ചേ. ആ ചെറിയച്ച ഉറങ്ങിയില്ലേ? മോനെ എവിടെയാ? കല്യാണ നിശ്ചയത്തിനുള്ള സാധനങ്ങൾ വാങ്ങാൻ പോയതാ. എല്ലാം മേടിച്ചു വന്നപ്പോ ലേറ്റായി. ആ, എന്താന്ന് വെച്ചാ ലാസ്റ്റ് ബസ് അതിന്റെ വഴിക്കങ്ങ് പോയെന്നേ. പറ. പിന്നെ നമ്മുടെ ചന്ദ്രന്റെ ഓട്ടോയിൽ തിരിച്ചു വന്നോണ്ടിരിക്കുക. മോനെ, നേരെ എത്രയായിട്ടും മാള് വീട്ടിലെത്തിയില്ല. മോളുടെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. എന്ത് ചെയ്യണോന്ന് എനിക്കറിയില്ലടാ. ഇത്രയും നേരമായിട്ട് അവള് വന്നില്ലേ? അവള് പുത്തമ്പുരക്കൽ കാണുമെന്ന് മക്കളെ ഞാൻ വിചാരിച്ചേ. പക്ഷെ ഈ നേരം വരെ. ആ, ഞാൻ എന്തായാലും നേരെ അങ്ങോട്ട് പോയി നോക്കാം. ഓ, ആ, മാളും അവിടെ ഉണ്ടാവും. വൈകിട്ട് അവൾ അമ്പലത്തിലെ പായസം കൊണ്ട് പുത്തമ്പുരക്കിലോട്ടാ പോയേ. ഞങ്ങൾക്ക് ഒരു സമാധാനം ഇല്ലടാ ഇവിടെ. ഓ ചെറിയച്ച ടെൻഷനാകാതെ. ഞാൻ പുത്തമ്പുരക്കലിൽ പോയി മാളൂട്ടിയും കൂട്ടി വേഗം എത്താട്ടോ. ഓ ശരി മോനെ. അവള് വൈകിട്ട് പുത്തമ്പുരക്കലേക്ക് പോയിന്നാ പറഞ്ഞു. ആദി, അവിടുത്തെ സിറ്റുവേഷൻ എന്തായി? ഇനി അവിടെ നിന്ന പണിയാവുമെന്ന് എനിക്ക് തോന്നി. അതാ ഞാൻ എസ്കേപ്പ് ആയത്. നീ എസ്കേപ്പ് അടിച്ചത് നന്നായി. നമ്മുടെ പ്ലാൻ സെറ്റായിരുന്നു. ആ നാശം പിടിച്ച പെണ്ണ് മാളു, അവൾ ഒറ്റ ഒരുത്തിയ സകലവും തൊലച്ചത്. അമൃതേച്ചിയുടെ അവസ്ഥ എന്താ? എനിക്കറിയില്ല. ഞാൻ വീട് വിട്ടിറങ്ങി. നീ ഇപ്പൊ എവിടെയാ ഉള്ളത്? സ്ഥലമൊന്നും എനിക്കറിയില്ല. ഏതോ അമ്പലത്തിലാ. നീ എന്തിനു വീട് വിട്ടിറങ്ങിയേ? ഇപ്പൊ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയില്ലേ? ജോ, നിന്റെ അച്ഛൻ തല്ലിയിട്ടുണ്ടോ? ഇല്ല, തല്ലാറില്ല. എന്താ അതി? എന്നാ എന്റെ അച്ഛൻ എന്നെ വഴക്ക് പോലും പറയാറില്ല. പക്ഷെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് ഇന്നച്ഛൻ എന്നെ തല്ലി. എനിക്ക് മുത്തച്ഛനെ എതിർത്ത് സംസാരിക്കേണ്ടി വന്നു. അച്ഛനെ സഹിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് എന്നെ തല്ലി. സാരമില്ല, തല്ലിയാലും കൊന്നാലും ഒന്നും ഞാൻ എന്റെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോവില്ല. നീ നോയിക്കോ, എനിക്ക് ജീവനുണ്ടെങ്കിൽ ഇഷ്ടമില്ലാത്ത ഈ കല്യാണത്തിലേക്ക് എന്റെ ചേച്ചിയെ തള്ളിവിടാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കും വാശിയുണ്ട്. എന്ത് കൊടൂര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഈ കല്യാണം ഞാൻ മുടക്കും. എന്നിട്ടേ ഞാൻ അടങ്ങൂ. അയ്യോ, ആദ്യല്ലേ അത്? ആദി, 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 എന്താ പറ്റിയേ? അയ്യോ, എവിടെ? ഇത് പാമ്പ് കടിച്ചാണല്ലോ. എന്റെ അമ്മയെ, എന്തൊരു വേദനയാ, എരിഞ്ഞു കയറുന്ന പോലെ. കൈ മാറ്റ്, ആ മുറിവിന്റെ മുകളിൽ കെട്ടണം.
ചി മാറി തൊട്ടുവരെ തന്നെ. എടോ തനിക്ക് എന്നോടുള്ള ദേഷ്യം കാണിക്കേണ്ട സമയമല്ലത്. മര്യാദയ്ക്ക് പറയുന്ന കേക്ക്. ആ മുറിവിന്റെ മുകളിൽ കെട്ടിയില്ലെങ്കിൽ വിഷം വേഗം ചോരയിൽ കലരും. എടാ എന്തൊരു സ്നേഹം. നിന്റെ അടവ് എനിക്ക് മനസ്സിലായിടേ. കിട്ടിയ അവസരം മുതലെടുത്ത് എന്നോട് സ്നേഹം കാണിച്ച് നിന്റെ ചേട്ടനെ ചേച്ചിയുടെ നിലയിൽ കെട്ടിവെക്കാനല്ലേ? അല്ലേ? നടക്കത്തില്ല. എനിക്ക് ജീവനോടൊപ്പം നടക്കില്ല. ഇങ്ങനെയാണെങ്കിലേ അധിക നേരം താൻ ജീവനോടുണ്ടാവില്ല. മിക്കവാറും ഉടനെ ചാവും. കൈമാറ്റം. ഈ കുത്തിട്ട് പോയതേ ഏതോ ഉഗ്ര വിഷമുള്ള ഇനാ. അതാ ഇത്ര എരിച്ചില്. ഇതൊക്കെ സംഭവിച്ചത് നീ ഒറ്റയെടുത്തി കാരണ. എനിക്ക് നിന്റെ യാതൊരു സഹായം വേണ്ട. മാറാൻ സഹായം വേണ്ടെങ്കിൽ പിന്നെ എന്തിനാ വിളിച്ചു കൂവിയത്? മുറിവ് കണ്ടിട്ട് കടിച്ചത് മൂർഖനാന്നാ തോന്നുന്നേ. കാറ്റ് പോവാനേ അധിക സമയം എടുക്കില്ല. മര്യാദക്ക് ഞാൻ പറയുന്നത് അനുസരിക്കും. അനങ്ങല്ലേ? അനങ്ങാതിരിക്കെ. പേടിക്കേ ചെയ്യരുത്. മനസ്സിലായോ? ഞാൻ ചിലപ്പോ അനങ്ങും, ചിലപ്പോ എഴുന്നേറ്റ് ഓടിയെന്ന് വരും. നീ എന്നെ ഭരിക്കാനൊന്നും വരണ്ട. അനങ്ങിയല്ലേ വിഷം വേഗം തലേ കയറും. അതോടെ തന്റെ കാര്യത്തിലോ തീരുമാനാവും. അനങ്ങാതെ അവിടെ ഇരിക്കെ. താനിവിടുന്ന് ഒരടി നീങ്ങിയല്ലേ തന്റെ തലമണ്ട അടിച്ച് ഞാൻ പൊട്ടിക്കും. പിൻ നമ്പർ പറയടോ. ആശുപത്രി പോണെങ്കിൽ ആരെങ്കിലും വിളിച്ച് പറയണം. ഒന്ന് പറയടോ. 9644. ആദി ഉറങ്ങല്ലേ? ആദി കണ്ണ് തുറന്നു പിടിക്ക. ആദി ആദി